അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് വി.ടി. ഭട്ടതിരിപ്പാടിന്റെ നാടകത്തെക്കുറിച്ചല്ല പരാമർശിക്കുന്നത്. അടൂർ പള്ളിക്കൽ പഞ്ചായത്തിലെ ഒരു വാർഡിൽ നിന്നുള്ള തിരഞ്ഞെടുപ്പ് വിശേഷങ്ങളാണ്. കണ്ടുവരാം. ഈ നിൽക്കുന്നതാണ് UDF സ്ഥാനാർത്ഥി. പള്ളിക്കൽ പഞ്ചായത്ത് 11ാം വാർഡിൽ നിന്നും മത്സരിക്കുന്ന ജാസ്മിൻ എബി. എതിർ സ്ഥാനാർത്ഥികളിൽ പ്രധാനപ്പെട്ടയാൾ സ്വതന്ത്രയായി മത്സരിക്കുന്നതാണ്. അമ്മകണ്ഠകര കരയത്ത് വീട്ടിൽ കുഞ്ഞുമോൾ കൊച്ചുപാപ്പി. ഇരുവരും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഉണ്ടെന്നാണ് നാട്ടുകാർ ഉറപ്പിക്കുന്നത്. കുഞ്ഞുമോൾ കൊച്ചുപാപ്പിയുടെ മകൻ എബിയുടെ ഭാര്യയാണ് ജാസ്മിൻ. 11-ൽ ഇരുവരും നേരിട്ട് ഏറ്റുമുട്ടുന്നു. അമ്മായിയമ്മയും മരുമകളും തമ്മിലുള്ള മത്സരം ഇതെങ്ങനെയാ എൻ്റെ ഒരു രസതന്ത്രം എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് അങ്ങനെയൊന്നും ഇല്ല. ഇപ്പം അമ്മയുടെ നിലപാടിനനുസരിച്ച് അമ്മ സ്വതന്ത്രയായിട്ട് നിന്നു. പിന്നെ ഞാൻ കോൺഗ്രസ് എനിക്കൊരു സീറ്റ് തന്നതുകൊണ്ട് ഞാൻ കോൺഗ്രസിലേക്ക് മത്സരിക്കാൻ ഒരുങ്ങി. പിന്നെ എൻ്റെ ഹസ്ബൻഡും അനുകൂലമായ ഒരു ഇതാണ് പറഞ്ഞത്. നിങ്ങൾ തമ്മിലുള്ള സൗഹൃദത്തോടുകൂടി പാടെ ഇല്ലാതായി. സൗഹൃദം പാടെ ഇല്ലാതായിട്ടൊന്നും ഇല്ല. ഞങ്ങൾ എപ്പോഴും തന്നെ സൗഹൃദപരമായി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഇപ്പം ഞങ്ങൾ കുടുംബത്തിലുള്ളവരല്ലേ. ഇപ്പോൾ എന്തൊരു ആപത്ത് വന്നാലും നമ്മൾ കുടുംബത്തിലുള്ളവരല്ലേ ഒന്നിച്ച് നിൽക്കുന്നത്. കാണുകയോ സംസാരിക്കുകയോ ചെയ്തിരുന്നോ? ചെയ്തിരുന്നു. നാമനിർദ്ദേശ പത്രിക കൊടുക്കാൻ നേരം രാവിലെ ചെന്ന് അമ്മ ഇന്ന് നോമിനേഷൻ കൊടുക്കുകയാണെന്ന് പറഞ്ഞിട്ടാണ് ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. എന്ത് പറഞ്ഞു അമ്മ? അമ്മ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. ആശംസ അറിയിച്ചില്ല, ഒന്നും പറഞ്ഞില്ല. അമ്മ സ്ഥാനാർത്ഥിയാണെന്ന കാര്യം ഇങ്ങോട്ട് പറഞ്ഞോ? ഇല്ല, അതും പറഞ്ഞില്ല. പിന്നെ ഞങ്ങൾ അറിഞ്ഞു അമ്മ നോമിനേഷൻ കൊടുത്തു എന്നുള്ളതും ഞങ്ങൾ അറിഞ്ഞു. കുഞ്ഞുമോൾ കൊച്ചുപാപ്പി ചില്ലറക്കാരിയല്ല. CPIയിലായിരുന്നു. 3 തവണ ഗ്രാമപഞ്ചായത്ത് അംഗമായി. 1 തവണ ബ്ലോക്ക് പഞ്ചായത്തിലേക്കും മത്സരിച്ചു വിജയിച്ചു. പക്ഷേ ഇത്തവണ പാർട്ടി സീറ്റ് കൊടുത്തില്ല. അതിനാൽ ഇടം വലം നോക്കാതെ നോമിനേഷൻ കൊടുത്തു. അപ്പോൾ ഒറ്റയാൾ പോരാട്ടമാണ്. ഈ 4 പ്രാവശ്യം നിന്നു, 3 പ്രാവശ്യവും ജയിച്ചു. അതെല്ലാം ഒറ്റയ്ക്ക് പോകുമായിരുന്നു. പാർട്ടി സപ്പോർട്ട് ഉണ്ടായിരുന്നു 2 ഒന്ന് 95-ൽ സ്വതന്ത്രമായിട്ട് നിന്നു. അന്ന് എൻ്റെ ഭർത്താവ് ഉണ്ടായിരുന്നു സഹായത്തിനും കൂടെ. ഇത്തവണത്തെ പ്രധാന എതിരാളി മകൻ്റെ ഭാര്യ തന്നെയാണോ? അത് ഞാൻ പറയത്തില്ല. ഞങ്ങൾ 4 പെണ്ണുങ്ങളുണ്ട്. അതിലാരെങ്കിലും ഒരാൾ ജയിക്കും. നിങ്ങൾ തമ്മിലൊരു മത്സരം ഒഴിവാക്കാൻ ശ്രമം നടത്തിയിരുന്നോ ആൻറ്റി? ഞാൻ പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം നോമിനേഷൻ കൊടുത്തു കഴിഞ്ഞിട്ട് ഞാൻ മോനോട് പറഞ്ഞു, മോനെ ഇതുപോലെ ഞാൻ നോമിനേഷൻ കൊടുത്തു എന്ന് പറഞ്ഞ ഉടനെ അവൻ പറഞ്ഞു, എന്നാൽ നിങ്ങളെ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ 2 പേർക്കും വാശിയായി. അതേ ഉള്ളൂ. കമൻറ്റിനകത്ത് ഓരോരുത്തർ പറയുന്നു പ്രായമായവരെ എല്ലാവരും തള്ളിക്കളയാൻ ഒക്കുമോ? ആരോഗ്യം ഉണ്ടെങ്കിൽ ഇപ്പം ആർക്കും സഹകരിക്കാമല്ലോ. പിന്നെന്തോ, എനിക്കാവുമായിട്ടല്ലയോ ഞാൻ നിൽക്കുന്നത്. അപ്പോൾ പിന്നെ പറഞ്ഞിടത്ത് വെച്ച് കാണാം. ഇടതുപക്ഷത്തെ പ്രതിനിധീകരിച്ച് സുരഭി സുനിലും BJP സ്ഥാനാർത്ഥിയായി PV നിരുപമയും ജനവിധി തേടുന്നുണ്ട്. CK അഭിലാൽ, മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.